നിങ്ങൾ 40,000 രൂപ ബഡ്ജറ്റിൽ PC ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടൂടെ. അപ്പോൾ മുഴുവൻ ഇരുന്ന് കാണുകയാണെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ ഞാൻ 2 PC ബിൽഡാണ് പറയുന്നത്. അപ്പോൾ 2 ഒന്നിനൊന്ന് മെച്ചമാണ്. ഏത് വേണമെന്നുള്ളത് നിങ്ങളെ ഇഷ്ടം അനുസരിച്ച് എടുക്കുക. ഒന്ന് ഇന്റലും ഒന്ന് AMD ബിൽഡും ആണ്. അപ്പോൾ എന്തായാലും ആദ്യം തന്നെ നമുക്ക് AMD ബിൽഡിലോട്ട് പോവാം. അപ്പോൾ AMD ബിൽഡിൽ യൂസ് ചെയ്യുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് AMDയുടെ Ryzen 7 5700G പ്രോസസ്സറാണ്. അപ്പോൾ ഇതൊരു 8 കോർ 16 ത്രെഡ് പ്രോസസ്സറാണ്. അതുകൊണ്ട് ഇതിനകത്ത് വേഗ 8 ഗ്രാഫിക്സ് ആണ് വരുന്നത്. അത്യാവശ്യം നിങ്ങൾക്ക് ഇൻബിൽഡ് ഗ്രാഫിക്സ് വരുന്ന ഒരു APU ആണിത്. പിന്നെ 8 കോർ ആയതുകൊണ്ട് തന്നെ i7 ഒരു 1110-നേക്കാളും ഒക്കെ ഭേദമായിട്ടൊക്കെ പെർഫോമൻസ് കിട്ടും. 1210-നേക്കാളും കിട്ടൂല, 11th ജനറേഷനേക്കാളേ കിട്ടത്തുള്ളൂ. പിന്നെ നിങ്ങൾ ഒരു അഡീഷണൽ എയർ കൂളർ ആഡ് ചെയ്യുന്നതാണ് നല്ലത്. കാര്യം ഇതിരുന്ന് പഴുത്ത് തിളയ്ക്കാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പോകുന്ന മദർ ബോർഡ് എന്ന് പറയുന്നത് MSIയുടെ B550 Pro VDH വൈഫൈ മദർ ബോർഡാണ്. അപ്പോൾ ഇതൊരു അത്യാവശ്യം നല്ല പൊളി സാധനമുണ്ട്. കാര്യം 4 RAM സ്ലോട്ട് വരുന്നുണ്ട്, 2 M.2 NVMe സ്ലോട്ട് വരുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ Gen 4 സപ്പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ 2 M.2 NVMe സ്ലോട്ട് വരുന്നുണ്ട്, Gen 4 സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വൈഫൈ ഇൻബിൽഡ് വരുന്നുണ്ട്, ബ്ലൂടൂത്ത് ഇൻബിൽഡ് വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം വേണ്ട എല്ലാ ഫെസിലിറ്റീസും ഈ മദർ ബോർഡിൽ കിട്ടുന്നുണ്ട്. നല്ല തീ സാധനമാണ്, വേറെ ലെവലായിട്ടുമാണ്. ഒരു Ryzen 9 വേണമെങ്കിൽ ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം, ഭാവിയിൽ ഒരു ഇഷ്യൂ ഇല്ല. അപ്പോൾ അടുത്തെന്ന് പറയുന്നത് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പോകുന്ന സ്റ്റോറേജ് എന്ന് പറയുന്നത് Crucial P3 എന്ന് പറയുന്ന ഒരു സ്റ്റോറേജ് ആണ്. അപ്പോൾ ഇതിനകത്തെന്ന് പറയുന്നത് ഒരു 3000-3500 റീഡ് ആൻഡ് റൈറ്റ്സ് ഒക്കെ സ്പീഡൊക്കെ കിട്ടും. നല്ല പറക്കണ സ്പീഡാണ്. അപ്പോൾ ഗെയിമൊക്കെ നല്ല ഫാസ്റ്റ് ആയിട്ട് ലോഡാകും. അതുപോലെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ റേറ്റും മാരകമാണ്. പിന്നെ ഇതൊരു 500 GB M.2 NVMe ആണ്. അപ്പോൾ 500 തൽക്കാലമൊക്കെ ഇതിനകത്ത് വെക്കാൻ പറ്റത്തുള്ളൂ. അടുത്ത റാം എന്ന് പറയുന്നത് ഒരു 8 GB DDR4 3200 MHz റാമാണ്. അപ്പോൾ 8 GB അല്ല, 8x2 16 GB വെക്കണം. അപ്പോൾ 2 8 GB സ്റ്റിക്ക് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ അടിപൊളി പെർഫോമൻസ് ആയിരിക്കും. കാര്യം ഡ്യുവൽ റാം സ്ലോട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ APUവിൽ നല്ല പെർഫോമൻസ് ആണ്. പിന്നെ എന്ന് പറയുന്നത് ഇതിനകത്ത് 550 വാട്ടിൻ്റെ 80+ ബ്രോൺസ് പവർ സപ്ലൈ ആണ്. അപ്പോൾ 550 വാട്ടിൻ്റെ 80+ എന്തായാലും എടുക്കണം, അത് അത്യാവശ്യമാണ്. അപ്പോൾ ഇതിനകത്തൊരു APU ആയതുകൊണ്ട് തന്നെ ഞാൻ ഗ്രാഫിക്സ് കാർഡ് ഇപ്പോൾ എടുക്കുന്നില്ല. കാര്യം ഗ്രാഫിക്സ് കാർഡ് വേണ്ട. ഒരു ഫ്യൂച്ചർ അപ്ഗ്രേഡ് നോക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു PC ബിൽഡ് ചെയ്യേണ്ടത്. കാര്യം APU ബിൽഡ് എപ്പോഴും ഫ്യൂച്ചർ അപ്ഗ്രേഡ് നോക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ്. തൽക്കാലം നിങ്ങൾ ഗ്രാഫിക്സ് കാർഡ് എടുക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ബിൽഡ് എന്നുള്ളത് പിന്നെ പറയാം. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് 2500-3000 ആ ഒരു റേഞ്ച് വരുന്ന ഒരു ക്യാബിനറ്റ് കൂടി എടുക്കാം. ഞാനൊരു സജഷൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സജഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് വേറെ ഏതെങ്കിലും ക്യാബിനറ്റ് എടുക്കാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ബിൽഡ് എന്ന് പറയുന്നത് ഇൻറ്റൽ ബിൽഡാണ്. അപ്പോൾ ഇൻറ്റൽ ബിൽഡിന് യൂസ് ചെയ്യുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് ഇൻറ്റലിലെ i3 12th ജനറേഷൻ ആണ്. ഇത് 12100F എന്ന് പറയുന്ന പ്രോസസ്സറാണ്. 4 കോർ 8 ത്രെഡേ വരുന്നുള്ളൂ. അപ്പോൾ ഇതൊരു ഗെയിമിങ്ങിന് ഇത് നല്ല പക്ക കിടിലം പ്രോസസ്സറാണ്. നല്ല കിഡിലോസ്കി ആയിട്ടുമാണ്. ഗെയിമിങ്ങിന് നല്ല കിടുക്കാച്ചി FPS ഒക്കെ തരും. പക്ഷേ ഹയർ റെൻഡറിങ് കാര്യങ്ങൾക്കൊന്നും ആശാൻ താങ്ങത്തില്ല. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പോകുന്ന മദർ ബോർഡ് എന്ന് പറയുന്നത് B660 ASRockൻ്റെ Pro RS എന്ന് പറയുന്ന ഒരു മദർ ബോർഡാണ്. അത്യാവശ്യം നല്ല റേറ്റ് കുറഞ്ഞ നല്ല പോളപ്പൻ കിഡിലോസ്കി ആയിട്ടുള്ള മദർ ബോർഡാണ്. കാര്യം എല്ലാ ഫെസിലിറ്റിയും കിട്ടുന്നുണ്ട്. പക്ഷേ വൈഫൈയും ബ്ലൂടൂത്തും ഇല്ല കേട്ടോ. 4 RAM സ്ലോട്ട് വരുന്നുണ്ട്, M.2 NVMe സ്ലോട്ട് വരുന്നുണ്ട്, Gen 4 സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ഈ മദർ ബോർഡിലുണ്ട്. ഒരു ഫ്യൂച്ചർ അപ്ഗ്രേഡബിലിറ്റി ഉള്ള ഒരു മദർ ബോർഡാണ്. പിന്നെ VRM ഹീറ്റിംഗ് ഇഷ്യൂസ് വലുതായിട്ട് കുഴപ്പമില്ലാത്തൊരു മദർ ബോർഡാണ്. കുഴപ്പമില്ല, വലിയ രീതിക്ക് കുഴപ്പം വരുന്നില്ല നിങ്ങൾ ഫ്യൂച്ചറിൽ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ. അടുത്ത റാം എന്ന് പറയുന്നത് സെയിം തന്നെയാണ്, 16ൻ്റെ 2x8 16. സെയിം സ്റ്റോറേജ് തന്നെയാണ് 500 GB. അപ്പോൾ ഇതിനകത്ത് വരുന്ന പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രാഫിക്സ് കാർഡ് ആഡ് ചെയ്യും. NVIDIA GTX 1650 4 GB DDR6 ഗ്രാഫിക്സ് കാർഡാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് അത്യാവശ്യം ഗെയിമും കളിക്കാം, സ്ട്രീമും ചെയ്യാം. ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് 1660 സൂപ്പർ ഇടാം. പക്ഷേ ഒരു 40K ഒക്കെ നിർത്തണമെന്നുണ്ടെങ്കിൽ 1650 ഒതുക്കാൻ പറ്റുള്ളൂ. അതിന് മുകളിൽ പോവുകയാണെങ്കിൽ 40-ന് മുകളിൽ പോകും. പിന്നെ 550 വാട്ടിൻ്റെ പവർ സപ്ലൈ തന്നെയാണ്. ക്യാബിനറ്റ് നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങൾക്ക് എടുക്കാം. പിന്നെ ഈ 2 PCയിൽ എന്താണ്, ഇതിലേതാണ് ബിൽഡ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ആവശ്യം എന്താണ് എന്നുള്ള പ്രധാന കാര്യം ഇപ്പോൾ പറയാം. അതായത് നിങ്ങൾക്കൊരു ഫ്യൂച്ചർ അപ്ഗ്രേഡബിലിറ്റി ഗ്രാഫിക്സ് കാർഡിൽ മാത്രമാണ് നിങ്ങൾ നോക്കുന്നത്. തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് ഒരു ഹയർ എൻഡ് പ്രോസസ്സർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് AMDയുടെ Ryzen 7 5700G ഇട്ട് ബിൽഡ് ചെയ്യാം. എന്നിട്ട് അതിനകത്തൊരു RTX 2060 അല്ലെങ്കിൽ 6060 സൂപ്പറോ അല്ലെങ്കിൽ ഒരു RX 6650 XT ഇതിലേത് വേണോ അതിനകത്ത് വയ്ക്കാം. നല്ല അടിപൊളി പെർഫോമൻസ് ആയിരിക്കും, വേറെ ലെവലായിട്ടായിരിക്കും. ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് അപ്ഗ്രേഡബിലിറ്റി മാത്രമാണെന്നുണ്ട്. അപ്പോൾ തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് അത്യാവശ്യം അതിനകത്ത് ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ച് പോകാതെ ഒരു വാലന്റൈൻ കളിക്കാം. പിന്നെ ഒരു 720p സ്ട്രീം ചെയ്യണമെങ്കിൽ സ്ട്രീം ചെയ്യാം. 720p ഒക്കെ ഒക്കത്തുള്ളൂ. അപ്പോൾ ഈ i3 12th ജനറേഷൻ PCക്കകത്ത് നിങ്ങൾക്ക് ഇപ്പം തന്നെ വേണമെങ്കിൽ ഗെയിമും കളിക്കാം, സ്ട്രീമും ചെയ്യാം. പക്ഷേ ഹയർ റെൻഡറിങ് കാര്യങ്ങൾ, അതായത് ഒരു 4K 4K 60 frames ഒക്കെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും പ്രോസസ്സറും ചേഞ്ച് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഗ്രാഫിക്സ് കാർഡും ചേഞ്ച് ചെയ്യുന്നതാണ് ഭേദം. അപ്പോൾ നിങ്ങൾ ഒരു മാരകമായ അപ്ഗ്രേഡ് വെർഷനാണ് നോക്കുന്നുണ്ടെങ്കിൽ ഇൻറ്റലാണ് ബെറ്റർ. i5 13th ജനറേഷൻ വേണമെങ്കിൽ വയ്ക്കാം, അല്ലെങ്കിൽ i5 12th ജനറേഷൻ വേണമെങ്കിലും ഇതിനകത്ത് വയ്ക്കാം ഈ മദർ ബോർഡിൽ. അതുപോലെ തന്നെ ഗ്രാഫിക്സ് കാർഡ് നിങ്ങൾക്ക് RX 6650 XT വയ്ക്കാം,
RTX 2060 വെക്കാം, RTX 3060 വേണമെങ്കിലും വെക്കാം. അപ്പം നല്ല ഹെവി അപ്ഗ്രേഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ Ryzen 7ലും RTX 3060 സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒരു രണ്ടും, അതായത് ഗെയിമിംഗ് സ്ട്രീമിംഗ് ഒരു നോർമൽ ലെവൽ എഡിറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇൻറ്റലാണ് നിങ്ങൾക്ക് ഏറ്റവും ഭേദം. പക്ഷേ നിങ്ങൾ മാരകമായി അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻറ്റലിൽ നിങ്ങൾ പ്രൊസസ്സർ ഗ്രാഫിക്സ് കാർഡ് ചേഞ്ച് ചെയ്യേണ്ടി വരും. പക്ഷേ AMDയിൽ നിങ്ങൾക്ക് ഗ്രാഫിക്സ് കാർഡ് മാത്രം ചേഞ്ച് ചെയ്താൽ മതി. മാരകമായ അപ്ഗ്രേഡ് ആയിരിക്കും കിട്ടുന്ന കാര്യം 8 കോർ CPU ആണ് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, 40K ഫുൾ PC കൂടെ പറഞ്ഞിട്ടായിരുന്നോ എന്നുള്ളത്. അപ്പോൾ 40K നിങ്ങൾക്ക് ഫുൾ PC വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി 30Kയുടെ PC ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ഒരു 8K റേഞ്ചിൽ വരുന്ന ഒരു അടിപൊളി മോണിറ്റർ കൂടി ഇൻക്ലൂഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിൻ്റെ സജഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും മോണിറ്റർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കീബോർഡ് മൗസിൻ്റെ സജഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 40K ഫുൾ PC ബിൽഡ് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതാണ് ഒരു ടോട്ടൽ 40K ബഡ്ജറ്റിൽ നിങ്ങൾക്ക് പണിഞ്ഞെടുക്കാൻ പറ്റിയ ലക്കിലോ ഐറ്റംസ്. അപ്പോൾ എന്തായാലും വേറെ എന്തെങ്കിലും കണ്ടന്റ് കിട്ടുകയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടാറ്റ.